മലയാള സാഹിത്യത്തിന് മാത്രമല്ല സംസ്കൃത സാഹിത്യത്തിലും ജ്യോതിശാസ്ത്രം, ആയുർവേദം മുതലായ ശാസ്ത്രവകുപ്പുകൾക്കും കേരളത്തിലെ നാടുവാഴി ഭരണം ധാരാളം പ്രോത്സാഹനം നൽകുകയുണ്ടായി. സംസ്കൃത സാഹിത്യത്തിലെ പ്രധാന ചില കൃതികൾ. ഉദാഹരണം: കാളിദാസന്റെ മേഘസന്ദേശത്തോടു പോലും കിടപിടിക്കുന്ന ഒരു സന്ദേശകാവ്യമായ ശുകസന്ദേശം മലയാളികളായ ഗ്രന്ഥകാരന്മാർ എഴുതിയിട്ടുണ്ട്. സംസ്കൃത വ്യാകരണം സംബന്ധിച്ച പ്രക്രിയാസർവസ്വം എന്ന പ്രശസ്ത കൃതിയുടെയും ഭാഗവത സംക്ഷേപമായ നാരായണീയത്തിൻ്റെയും മറ്റും കർത്താവായ മേൽപ്പത്തൂർ ഭട്ടതിരി, കൃഷ്ണവിലാസം കാവ്യത്തിൻ്റെ കർത്താവായ സുകുമാരകവി, ശ്രീകൃഷ്ണ കർണാമൃതത്തിൻ്റെ കർത്താവായ വിശ്വമംഗലത്ത് സ്വാമിയാർ മുതലായി എത്രയോ കവികളും പണ്ഡിതന്മാരും നാടുവാഴി ഭരണത്തിന് കീഴിൽ അതിൻ്റെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ പ്രോത്സാഹന നിമിത്തം കേരളത്തിലുണ്ടായിട്ടുണ്ട്.